ഡിമെൻഷ്യ രോഗികളുടെ വെല്ലുവിളി നിറഞ്ഞ പെരുമാറ്റത്തെ എങ്ങനെ നമുക്ക് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാമെന്നാണ്. ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് അവരും അധികം തർക്കിക്കാതിരിക്കുക, അവരുടെ ശ്രദ്ധ തിരിച്ചുവിടാനാണ് ശ്രദ്ധിക്കേണ്ടത്. പല കാര്യങ്ങൾ പറയുന്നത് അവർ തെറ്റായിരിക്കും പറയുന്നത്, അവർ കൂടുതൽ വാശി പിടിക്കുന്നതായി കാണാം. അപ്പൊ എപ്പോഴും അവരുടെ ശ്രദ്ധ തിരിച്ചുവിടാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും അവരുമായി തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അവരെ കഠിനമായ തിരുത്തലുകൾ ഒഴിവാക്കുക. അതായത് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഒരുപാട് ശകാരിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് നമ്മൾ വാശി പിടിക്കാതിരിക്കുക. കഠിനമായ തിരുത്തലുകൾ ഒരിക്കലും അവർ ചോദിക്കുന്നത് നമ്മൾ ഓരോ കാര്യങ്ങൾ അവർക്ക് ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വിഷ്വൽ റിമൈൻഡറുകൾ ഉപയോഗിക്കാവുന്നതാണ്. കാർഡുകൾ ഉപയോഗിച്ച് അവർക്ക് തൊട്ട് കാണിച്ച് പറയാവുന്ന രീതിയിലുള്ള വിഷ്വൽ റിമൈൻഡറുകൾ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഉറപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ സ്പർശനത്തിലൂടെയും നമ്മുടെ സംസാരത്തിലൂടെയും നമ്മൾ അവരുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞൊരു ഉറപ്പ് കൊടുക്കുക. എന്ത് വന്നാലും നമ്മൾ കൂടെയുണ്ട്, ഒരു പ്രശ്നം വരില്ല എന്നുള്ള ഒരു ഉറപ്പ് അവർക്ക് കൊടുക്കുകയാണ് ഏറ്റവും വലുതായിട്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നീട് നമുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് ചില കാര്യങ്ങൾ പറയുമ്പോഴോ അല്ലെങ്കിൽ ചില ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ട്, അപ്പോഴാണ് അവർ കൂടുതലായി വൈകാരികമായി പ്രതികരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകം സംസാരിക്കുമ്പോഴോ അപ്പൊ അങ്ങനെയുള്ള ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്താണെന്ന് കണ്ടുപിടിച്ച് അങ്ങനെയുള്ള ട്രിഗറിങ് ഫാക്ടേഴ്സ് കുറയ്ക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഡിമെൻഷ്യ പേഷ്യന്റിനെ നല്ല രീതിയിൽ നോക്കാൻ ശ്രദ്ധിക്കാം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ അവരോട് ശാന്തമായി പെരുമാറുക, ഒരിക്കലും തർക്കിക്കരുത്, ശകാരിക്കരുത്. സ്പർശനത്തിലൂടെയും ശബ്ദത്തിലൂടെയും സംസാരത്തിലൂടെയും നമുക്ക് അവർക്ക് ഉറപ്പുകൾ കൊടുക്കുക, റീഅഷുറൻസ് കൊടുക്കുക. ഈ വക കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഡിമെൻഷ്യ പേഷ്യന്റിന് നല്ല രീതിയിൽ നമുക്ക് നോക്കാൻ പറ്റും.